ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഹാഷിം. ക്രിയേറ്റീവ് എന്നൊരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നാട്ടിൽ നല്ല മഴയല്ല. ഇതാ ഇവിടെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് മഴ പെയ്യുന്നതിൻ്റെ സൗണ്ട് കേൾക്കാം. ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കഥ എങ്ങനെ എഴുതുന്നതിനെ കുറിച്ചാണ്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിലെ കാര്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് എത്ര മാത്രം അത് പ്രയോജനപ്പെടുമെന്ന് എനിക്കറിയില്ല. ചിലർക്ക് പ്രയോജനപ്പെടുമായിരിക്കും, ചിലർ അത് തട്ടിമാറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ടീമിലേക്ക് വരാം. എൻ്റെ ടാഗ് ലൈനാണ് സിമ്പിൾ ആൻഡ് മൈൻഡ് ബ്ലോയിങ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കഥ എന്താ പറയുക, പറയാൻ നല്ല സുഖമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ചെറുപ്പം മുതൽ ഇപ്പോൾ കുട്ടികളായാലും ഇപ്പോൾ വലിയ ആളുകളെയൊക്കെ ചെറുപ്പം മുതൽ കഥകൾ കേട്ട് വളർന്ന ആളുകളായിരിക്കും. വീട്ടിൽ നിന്നും ഇപ്പം ഉമ്മമാരെടുത്തായാലും വലിയമ്മമാരെടുത്തായാലും ഉപ്പമാരെടുത്തായാലും പല ആളുകളായിട്ട് എടുത്തായാലും നമ്മൾ കഥകൾ കേട്ട് വളർന്നതായിരിക്കും. പക്ഷെ നമുക്ക് കഥ നമുക്കത് എഴുതാൻ. പക്ഷേ എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ എനിക്ക് സീരിയസ് ആയ സബ്ജക്റ്റ് ചെയ്താൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സീരിയസ് ആയ പക്ക സീരിയസ് ആയൊരു സ്റ്റോറി എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കത് പെട്ടെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് ഞാൻ ബിഗിനിങ് ചെയ്തത്. അതുപോലെ ദ ലാസ്റ്റ് ഓഫ് എന്ന ഷോർട്ട് സിനിമ ഞാൻ ചെയ്തത്. അപ്പോൾ അതെനിക്കതിൽ ഹ്യൂമറോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സീൻസോ കാര്യങ്ങളൊന്നും അതിൽ വേണ്ട. നമുക്ക് പക്ക എന്താണ് ആ സ്റ്റോറിയുടെ സംഭവം വെച്ചിട്ട് അതിൻ്റെ ക്യാരക്ടറും ആ ക്യാരക്ടറിൻ്റെ ആർക്ക് ഉണ്ടാവുമല്ലോ, അത് വെച്ച് ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്ത് പോകാം. സീൻ ബൈ സീനായിട്ട് പോകാം. അതുകൊണ്ട് അതിൻ്റെ ഒരു ഫുൾ സ്ട്രക്ചർ നമ്മുടെ കയ്യിലുണ്ടാവും. എങ്ങനെ അതിൻ്റെ തുടക്കം എങ്ങനെ വരണം, അതിൻ്റെ എൻഡിങ് എങ്ങനെ വരണം, അതിൻ്റെ ഒരു ഇൻ്റർവൽ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു സെൻട്രൽ സീൻസ് എങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെ പറ്റിയൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ടഫായിരുന്നത് എനിക്ക് ഹ്യൂമർ എഴുതുമ്പോഴാണ്. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ 2-3 ചെറിയ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നടന്നിട്ടില്ല. എൻ്റെ കൈത്തരമുണ്ട്. അപ്പോൾ ഞാനതിൽ എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് എത്തുന്നത് എനിക്ക് ഹ്യൂമർ ഉള്ള സീൻസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. ഞാൻ ഫുൾ ഹ്യൂമറായിട്ട് ഞാനൊരു സ്ക്രിപ്റ്റാണ് എഴുതിയിട്ടില്ല. അപ്പോൾ എൻ്റെ കള്ളനും മൂവി കള്ളനും എൻ്റെ ബുക്കുകൾ വായിച്ചവർക്ക് അറിയാം, അതിൽ ഹ്യൂമർ വരുന്നുണ്ട്. പക്ഷേ അതിൽ വളരെ ചെറിയ ലൈറ്റായിട്ടുള്ള സംഭവങ്ങൾ വരുന്നുള്ളൂ, അധികം വരുന്നില്ല. സോ അതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് വായിച്ച എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. എൻ്റെ ദുബായിലുള്ള എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ ഇവിടെ നാട്ടിലുള്ളവരുന്നുണ്ട്, എൻ്റെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഭാര്യയും വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ അത്യാവശ്യം ഹ്യൂമർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സംഭവം. പിന്നെ ഞാനത് വീണ്ടും ഒക്കെ അതൊന്ന് പൊളിച്ച് എഴുതിയിരുന്നു. ചില കുറച്ച് സാധനങ്ങളൊക്കെ അതിന് സീൻസും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി എഴുതി. പക്ഷേയാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൂവായിട്ട് പോകുന്നതായിരുന്നു. പക്ഷെ അതിൻ്റെ പലരും വായിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കഥയിലൊരു പഞ്ചില്ല, കള്ളൻ കമ്മിയെ കുറിച്ച് പറയുന്നത്, ഒരു പഞ്ചില്ല സ്റ്റോറിയിൽ. അപ്പോൾ മൊത്തമായിട്ടൊന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനത് ഒന്ന് മാറ്റിയാണ് സംഭവം. പിന്നെ അതിൽ ഹ്യൂമർ ഉണ്ട്, പക്ഷേ ഹ്യൂമർ ചിലടത്ത് വർക്കാവും എന്നൊക്കെ പലരും പറഞ്ഞു. പിന്നെ ഞാനത് 2-3 തവണ അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ മാറ്റി എഴുതിയാണ്. അപ്പോൾ ഞാനിപ്പം ഇപ്പം വന്നിരിക്കുന്ന ഒരു ഹ്യൂമർ സംഭവം വളരെ ടാസ്ക്കുള്ള പരിപാടിയാണ്. അത് ഞാൻ പല ഇൻ്റർവ്യൂസിലും കണ്ടിട്ടുണ്ട്. അപ്പം പല ഡയറക്ടേഴ്സുണ്ട്, ഇപ്പോഴത്തല്ല മുമ്പത്തെ പല ഡയറക്ടേഴ്സും പറഞ്ഞ കേട്ടറിവാണ്. സോ വെച്ചാൽ ഹ്യൂമർ നമ്മുടെ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ സീന് ചെയ്യുമ്പോൾ ഭയങ്കര ടാസ്ക് ആയിരിക്കും. അത് ഓഡിയൻസ് തന്നെ കാണുന്നുള്ളത് നമ്മൾ ആദ്യം നമ്മളത് വിഷ്വൽ ചെയ്ത് മാത്രമേ നമുക്കത് ആ സീന് നമുക്ക് കറക്റ്റ് എഴുതാനും അതുപോലെ അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം പണ്ട് ദിലീപിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സി എ മൂസയുടെ സമയത്തുള്ളൊരു ഞാൻ മാഗസിനിലൊക്കെ വായിച്ചാണ്. പിന്നെ പുള്ളി പല ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹ്യൂമർ കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണത്. നമ്മൾ ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നായകനെ കൂമ്പ് സ്വന്തം ചിരിച്ചാൽ പോരാ, അത് കാണുന്ന പ്രേക്ഷകരും കൂടി ചിരിക്കണം, അപ്പോഴൊരു ഇതാവുള്ളൂ. അത് ചിലപ്പോൾ ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നും. പക്ഷെ അത് തിയേറ്ററിലെത്തുമ്പോൾ ആളുകൾക്ക് വർക്കായില്ലെങ്കിൽ അവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അത് സംഭവം പലതിനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചില മൂവീസിന് ഫ്ലോപ്പായ മൂവി എല്ലാവർക്കും അറിയണം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്, അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് പറയാം. അതായത് ഞാനൊരു 1.5 വർഷം മുമ്പ് ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. 2024 ലാസ്റ്റ് ഡിസംബർ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ദുബായിലുള്ള എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയിൽ പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞോടാ, ഞാൻ പറഞ്ഞു എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവർ ചെറിയൊരു വെബ് സീരീസ്, അതായത് ചെറിയൊരു വെബ് സീരീസ് ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിനക്ക് എൻ്റെ കയ്യിൽ വല്ല ത്രെഡ് ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ വന്നിട്ട് ത്രെഡ് പറഞ്ഞപ്പോൾ പറഞ്ഞല്ല, എൻ്റെ കയ്യിലുള്ള ഇത് വേണ്ട, എന്താ പറയുക, സ്റ്റഫ് വേണ്ട, അതായത് എൻ്റെ കയ്യിലുള്ള സ്റ്റോറി വേണ്ട, ഇനി പുതിയതായിട്ട് എന്തെങ്കിലും ചമ്മ ചെയ്യണം. ഞാൻ പുതിയതായിട്ട് എന്താ ചെയ്യാനല്ല, പുതിയതായിട്ട് എന്തെങ്കിലും നീ കണ്ടുപിടുത്ത്
അതല്ല ഈ ഒരു ഇതല്ല എന്നൊക്കെ വെച്ചിട്ട് കുറേ പൊക്കി അടിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു ഏട്ടാ എനിക്ക് നടക്കും തോന്നിയില്ല, അത് എൻ്റെ കയ്യിൽ ഉള്ള 2-3 കഥ ഞാൻ അവിടെ വന്നിട്ട് ശരി മൺലൈൻ പറഞ്ഞെടുത്തു. അപ്പോൾ പറഞ്ഞു അത് എനിക്ക് വേണ്ട, എനിക്ക് വേറെ വേണം. സംഭവം ചെറിയൊരു ഒരു വെബ് സീരീസ് ടൈപ്പ് ഇപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവം ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ ആർട്ടിസ്റ്റൊന്നുമില്ല, ഒക്കെ ഫുള്ളും പുതുമുഖങ്ങളായിരിക്കും, ചിലപ്പോൾ ദുബായിൽ നിന്നല്ല ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നോക്കാം. ഞാൻ പറഞ്ഞേട്ടാ ഞാൻ ഉറപ്പ് പറയുന്നില്ല, എനിക്ക് ജസ്റ്റ് ട്രൈ ചെയ്തൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു പ്രശ്നമില്ല. ഓൻ പറഞ്ഞു ഞാൻ എന്നാൽ നോക്കിയിട്ട് വിളിക്കാൻ. അങ്ങനെ നെക്സ്റ്റ് എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല, എന്നെ വിളിച്ചത് അത് തലേ ദിവസം വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞ് പോകുമ്പോഴാണ്. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു ഞാൻ നെക്സ്റ്റ് ടൈം പറയാമെന്ന് പറഞ്ഞിട്ട് അവർ രാവിലെ എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല 8:30 സമയത്ത് ഞാൻ നല്ല ഉറക്കമായിരുന്നു, ഞാൻ 9 മണി സമയത്ത് എണീക്കുക. 8:30 സമയത്ത് 8:30 ആകുമ്പോൾ അവനെ വിളിക്കുന്നു. വിളിച്ചിട്ട് ഈ കഥ എന്താ വെച്ചാൽ ഞാൻ ഒരു കഥ ഒന്നും ആയിട്ടില്ലല്ലോ. അതല്ല നീ ഇന്നലെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ എന്നോട് പറഞ്ഞിട്ട് ഒരു ദിവസം എടുത്ത് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ, അല്ല നീ എന്തെങ്കിലും ഉണ്ടാക്ക്, അത്രയും അർജൻറ്റാണ്, ഞാൻ വേറെ ആൾക്കാരും നോക്കുന്നുണ്ട് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ, നീ എന്തെങ്കിലും പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളെന്ന് പറയാം. ഒരു 3-4 ദിവസം ഭയങ്കര ടാസ്ക്കായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് വെക്കും എന്തായെന്ന് വെച്ചിട്ട്. അങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്ക് ആണ് സമയത്ത് എനിക്കൊരു കഥയിലൊക്കെ ലാൻഡ് ചെയ്തു. അതാണ് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ട്, ഞാൻ മുമ്പ് എൻ്റെ ഇൻസ്റ്റയിലും ഇതിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ്. അത് ഹ്യൂമർ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ സീരിയസ് ആയിട്ട് കഥ ഭയങ്കര സിമ്പിളാണ്. ഇത് സത്യത്തിൽ ഞാനിങ്ങനെ ഒരു ഫണ്ണായിട്ട് ഞാനൊരു മനസ്സിൽ തോന്നിയൊരു സ്റ്റോറി. പക്ഷെ പിന്നീട് അങ്ങനെ കഥയുടെ അല്പം വന്നപ്പോൾ അങ്ങനെ ഒരു ത്രില്ലർ മൂഡിലൊക്കെ സംഭവം വന്നു. അതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ഒരു 5 ഫീമെയിൽ ക്യാരക്ടേഴ്സും പിന്നെ ഒരു ഹീറോ, പിന്നെ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് 2-3 പേരുണ്ട്. പിന്നെ ഒരു വില്ലനും സൈക്കോപാത്ത് എന്ന് പറഞ്ഞാൽ വേറൊരു, അത് ഇപ്പം ഔട്ട് ഓഫ് ഫാഷൻ ആയല്ലോ ഇപ്പോൾ സൈക്കോപാത്ത് കേട്ട്. പക്ഷെ അതെനിക്ക് കുറച്ചും കൂടി ഒരു ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു വില്ലൻ സംഭവത്തിൻ്റെ ഒരു സ്ട്രക്ചർ മൊത്തം എൻ്റെ കയ്യിലുണ്ട്, സ്റ്റോറിയും കാര്യങ്ങളൊക്കെ. ഞാനങ്ങനെ അത് കണ്ട് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഞാനത് എന്താ ചെയ്യണം എന്നുള്ളതിലാണ് ഇപ്പോൾ വെബ് സീരീസ് ആയിട്ട് ഇറക്കണോ എങ്കിൽ. പക്ഷേ അതിൻ്റെ കാര്യം പറയാം. അതായത് ആ വെബ് സീരീസ് തന്നെ എന്നോട് പറഞ്ഞിരുന്നല്ലോ. ഞാൻ അവനോട് അങ്ങനെ ഒരു 1 വീക്കിന് ശേഷം അവനെ ഞാൻ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ത്രെഡ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഒരു 1 ലൈൻ പറഞ്ഞു ഇവിടെ അത് സംഭവം വർക്കാവില്ലായിട്ട് എനിക്ക് വല്ലാത്ത വിഷമമായി. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ് തീർന്നില്ല, അപ്പോൾ തന്നെ അവൻ പറഞ്ഞു അത് ഇത് ശരിയാവില്ല ആശ്മ പറഞ്ഞു. ഞാൻ എന്താ അല്ലാതെ പറ്റില്ല, അത് ഒരു പഞ്ചില്ല സംഭവം, എനിക്ക് രസമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം. ഞാൻ പറഞ്ഞു ഞാൻ അത്യാവശ്യം കുറച്ച് ഹ്യൂമറുണ്ട്, അങ്ങനെ സാധനങ്ങൾ വരുന്നുണ്ട്, പിന്നെ ആക്ഷൻസൊക്കെ ക്ലൈമാക്സിലേക്കാണ് വരുന്നത്. അതല്ല അത് വേണ്ടത് ശരിയാവും തോന്നുന്നില്ല, ഞാൻ നോക്കിയിട്ട് വിളിക്കണമെന്ന് പറഞ്ഞു. എനിക്കത് വല്ലാത്തതായിപ്പോയി. ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ നെക്സ്റ്റ് അന്ന് അവനെ വിളിച്ചില്ല. നെക്സ്റ്റ് ഞാൻ വീണ്ടും എനിക്ക് കോൺടാക്ട് പോകാൻ മെസ്സേജ് അയച്ചിട്ട് തിരിച്ച് റിപ്ലൈ വരുന്നില്ല. അങ്ങനെ 2 ഡേയ്സ് എൻ്റെ വീണ്ടും ഞാൻ അവനെ ദുബായ് നമ്പറിൽ വേറെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവൻ വിളിച്ചപ്പോൾ പറഞ്ഞോട് അത് വർക്കൊന്നും തോന്നില്ല ലക്ഷ്മിക്ക്, നമുക്ക് വേറെ നോക്കാം എന്തായാലും, നമ്മൾ ഞാൻ നോക്കിയതിന് ശേഷം വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. ഏറ്റവും വലിയ ടെസ്റ്റ് എന്താ വെച്ചാൽ അതിന് ശേഷം പിന്നെ അവൻ്റെ കോൺടാക്ട് ആയിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം എൻ്റെ കോൺടാക്ട് ആയിട്ടില്ല ഇതുവരെ. ഞാൻ ഒരു ദിവസം വളരെ പറഞ്ഞെടുത്താണ് അവനത് ആരോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഞാനതിൻ്റെ ഒരു ഇതിലാണ്, സ്ക്രിപ്റ്റിലാണ് സംഭവം ഇപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. സംഭവം ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഐഡിയ വരുമ്പോൾ ഞാൻ അങ്ങനെ എഴുതി കൊടുക്കും. ഫസ്റ്റ് ഹാഫ് ഓൾഡ് കഴിഞ്ഞു, സെക്കൻഡ് ഹാഫ് ഇപ്പം എൻ്റെ കയ്യിൽ കറക്റ്റ് ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ക്യാരക്ടർ അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് ആണ് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള സംഭവം. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനിഷായി. ഞാനത് ഇപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹങ്ങൾ പറയുകയാണെങ്കിൽ അത് ഞാൻ വെബ് സീരീസ് ആദ്യം ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അതെനിക്കിപ്പം ഒരു ബുക്കായിട്ട് ഇറക്കണം എന്നുള്ള ഒരു അംബിഷനിലാണ് ഞാനിപ്പം. ഇപ്പോൾ കള്ളന്ന് കമ്മിയൊക്കെ ഇറക്കിയപ്പോൾ തന്നെ. പക്ഷെ അത് ഒറ്റ പാട്ടായിട്ടുണ്ട്, സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് ഒന്നുമില്ല, ഫുള്ള് ബുക്കായിട്ടാണ് ഞാൻ പബ്ലിഷ് ചെയ്യാൻ നിൽക്കുകയാണ്. അതിൽ ഈ വർഷം ലാസ്റ്റിലേക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. സ്ക്രിപ്റ്റിൻ്റെ വർക്ക് കുറച്ചുകൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഞാൻ അത് ചെയ്യും എന്തായാലും. പക്ഷെ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അതൊരു സാധാ ഒരു സ്റ്റോറി ആയിട്ട് തന്നെ എത്തേണ്ടത്, അതിലും തിരക്കായിട്ട് എത്താനുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഒരുപാട് ഇതിൽ നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അത്യാവശ്യം നായകൻ അത്യാവശ്യം ഒരു ഹ്യൂമർ പിടിച്ചിട്ടുള്ളൊരു ക്യാരക്ടർ ലെവലിലാണ് പോകുന്നത്. അതിൽ നായിക അത്യാവശ്യം നല്ല സീരിയസ് ആയിട്ടുള്ളത്. പിന്നെ വില്ലൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ കുറേ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സായിട്ട് ഒരുപാട് ഫീമെയിൽ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് അതിൽ. ആ ക്യാരക്ടർ 5 ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. 5 ഫീമെയിൽ ക്യാരക്ടേഴ്സ് കറക്റ്റായിട്ടൊരു ആർക്കുണ്ട്. അത് ആർക്ക് മാത്രമല്ല, ഒരു സ്ക്രീൻ സ്പേസും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്.
വെറുതെ ഒരു വന്ന് പോകുന്ന ക്യാരക്ടേഴ്സ് അല്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇത് വർക്കാണെങ്കിൽ ഇൻഷാ അള്ളാ ഈ എൻ്റെ ഈ വെബ് സീരീസ് ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല. ഈ വെബ് സീരീസ് എനിക്ക് ഈ സ്റ്റോറിൽ ആരെങ്കിലും ഒരു ഗ്രീൻ സിഗ്നൽ തരാണെങ്കിൽ, ഈ കഥയിലെ ഗ്രീൻ സിഗ്നൽ തരാണെങ്കിൽ ഞാനത് ചെയ്യും എന്തായാലും. എല്ലാ കോൺഫിഡൻസ് ഉള്ള പ്രൊജക്റ്റാണത്. മറ്റുള്ള പോലെയല്ല, പക്ഷേ എനിക്കിത് കുറച്ചും കൂടി ഒരു അത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു തോന്നലുണ്ട് ഈ സ്റ്റോറിയിലും. പിന്നെ മാത്രമല്ല ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിൽ നമ്മൾ അറിയപ്പെടുന്നൊരു ആർട്ടിസ്റ്റും വെച്ച് എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. അത് നമ്മളിപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കുറേ ആളുകളുണ്ടല്ലോ, അവരെ വെച്ചാണ് എനിക്കിത് ചെയ്യാൻ താല്പര്യം. ഞാനങ്ങനെ ഇതിൻ്റെ കഥ വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ അവരോട് പറഞ്ഞ ഫസ്റ്റ് ഇത് ചോയ്സ് അതാണ്. അത് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പുതിയ ആളുകൾ വെച്ച് ചെയ്യാം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് റീൽസൊക്കെ ചെയ്യുന്ന ഒരുപാട് എന്താ പറയുക ജെൻസ് പയ്യന്മാരുണ്ട്, അതുപോലെ പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അവരകത്ത് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ അത്യാവശ്യം നല്ല റീച്ചും കാരണം കിട്ടും. പക്ഷേ ഇത് വലിയൊരു എന്താ പറയുക ഒരു സിനിമയിലെ ആളുകളെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് പക്ക ഓക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഭാവിയിൽ നടക്കുമെന്ന് വിചാരിക്കാം ഇൻഷാ അള്ളാ. എൻ്റെ കഥ ഇതിൻ്റെ സ്റ്റോറി അറിയുന്ന ഒന്ന് രണ്ട് പേരുണ്ട്, ഞാൻ പറയുന്നില്ല. അവർക്ക് മാത്രമേ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയുള്ളൂ. എൻ്റെ ക്ലൈമാക്സ് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അവരുടെ ഓൾമോസ്റ്റ് ഫസ്റ്റ് ഹാഫ് ഉള്ള സീൻസ് ഞാൻ അവരോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവരെന്നെ ചതിക്കില്ലെന്ന് എനിക്കറിയാം. അങ്ങനത്തെ ആളുകൾ മാത്രമേ ഞാൻ ഈ സ്റ്റോറി ഷെയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കഥ ഉണ്ടാക്കാൻ കുറച്ച് കഥ പറയാൻ വളരെ സിമ്പിളാണ്, പക്ഷെ അതൊരു സ്ക്രീനിലേക്ക് വരുമ്പോൾ കുറച്ച് ടാസ്ക്കാണ്. എന്താണ് ഞാൻ സത്യത്തിൽ കുറച്ച് കാലമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എസ്പെഷ്യലി എനിക്ക് ഹ്യൂമറിൻ്റെ ഭാഗം എനിക്ക് കുറച്ച് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ഇതിലും അത് അവസ്ഥ തന്നെയാണ്. ഞാനത് 1.5 വർഷം എടുത്തിട്ടാണ് ഞാൻ ഫസ്റ്റ് ഹാഫ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വിചാരിക്കുന്നു, സിനിമയെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കായാലും ഒരു സിനിമ കാണുന്ന നോർമൽ പ്രൊഡക്ഷൻ ലെവലിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ 1.5 വർഷം എടുത്തിട്ട് ഫസ്റ്റ് ഹാഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് എത്ര വരും എന്നുള്ളത്. ഈ ഹ്യൂമറിൻ്റെ ഭാഗം എനിക്ക് കൂടുതൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ഡ്യൂറേഷനുള്ള സംഭവമാണ്. സെക്കൻഡ് ഹാഫാണ് മെയിൻ കാര്യങ്ങളൊക്കെ വരുന്നതിൽ, ആക്ഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ. അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ശുഭത്തിനും